കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെയും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങളിൽ 99% നായർ സമുദായത്തിൻ്റെയോ സമുദായ അംഗങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളോ നായർ നാടുവാഴികൾ, സ്ഥാനികൾ, രാജാക്കന്മാർ എന്നിവർ നിർമ്മിച്ചവയോ ആയിരുന്നു. ചില ക്ഷേത്രങ്ങളുടെ ഊരാണ്മക്കാരും നായർ കുടുംബങ്ങൾ ആയിരുന്നു. ഇത്തരം ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ സീരീസ് ആണ് ഇത്. ഇതിലാദ്യമായി നമ്മൾ പരിശോധിക്കുന്ന ക്ഷേത്രമാണ് പാറശ്ശാല ഇലങ്കം ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് പാറശ്ശാലയിൽ തമിഴ്നാട് അതിർത്തിയിൽ നിന്നും 1/2 കിലോമീറ്റർ മാറി റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഇലങ്കം ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. പുരാതനമായ ഒരു നായർ കുടുംബത്തിൻ്റെ ആരാധനാ സ്ഥലമായിരുന്നു ഈ ക്ഷേത്രം. 8 വീട്ടിൽ പിള്ളമാരുമായി ബന്ധമുണ്ടായിരുന്ന കുടുംബമായിരുന്നതിനാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഈ ക്ഷേത്രം തകർക്കുവാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അക്കാലത്ത് ഓല കൊണ്ട് മേൽക്കൂര ഉണ്ടായിരുന്ന ഈ ദേവാലയത്തെ പൊളിച്ചെടുക്കുവാൻ 10ഓളം ആനകളെ ഉപയോഗിച്ച് ശ്രമിച്ചിരുന്നുവത്രേ. പക്ഷേ ആനകൾ മോഹാലസ്യപ്പെട്ടു വീണതിനാൽ അവർ ആ ശ്രമം ഉപേക്ഷിച്ചു പോയി. പിൽക്കാലത്ത് 1970കളിൽ റെയിൽവേ പാളം നിർമ്മിക്കുന്നതിനായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കുവാനും പൊളിക്കുവാനും ശ്രമങ്ങൾ ഉണ്ടായി. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വന്നവർക്ക് ചില അനർത്ഥങ്ങൾ ഉണ്ടായതിനാൽ അവർ അലൈൻമെൻറ്റ് പുതുക്കുകയും, അതായത് റെയിൽവേ ലൈനിൻ്റെ അലൈൻമെൻറ്റ് പുതുക്കുകയും ക്ഷേത്രം ഒഴിവാക്കി റെയിൽപാത നിർമ്മിക്കുകയും ചെയ്തു. നടയിൽ ചെന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ആളാണ് പാറശ്ശാല ഇലങ്കത്ത് ശ്രീ ഭുവനേശ്വരി അമ്മ എന്നാണ് സാക്ഷ്യം. പണ്ട് ക്ഷേത്രത്തോട് ചേർന്ന് കളരിയും ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രം പിൽക്കാലത്ത് ഗവൺമെൻറ് നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. ഇന്ന് ഈ ദേവാലയം ഒരു ഗവൺമെൻറ് നിയന്ത്രിത സ്ഥാപനമായി പ്രവർത്തിക്കുന്നു.